ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധിനെ തിരയാണ്, അവിടെ എവിടെയും കാണാനില്ല. അപ്പോൾ സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടാ, എൻ്റെ വൈഫ് എവിടെ പോയി? എൻ്റെ വൈഫിനെ കാണാനില്ലല്ലോ, എവിടെ പോയി? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അവൾ അമ്പലത്തിൽ പോയി. അല്ല, ഇന്നെന്താ ഒരു വൈഫ് വിളിയൊക്കെ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല ഏട്ടാ, അവൾ ഉണ്ടാവുമ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കാമല്ലോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, തന്നെ അവൾ അമ്പലത്തിൽ പോയതാടാ. അപ്പോഴേക്കും അവരിങ്ങോട്ട് വന്നു. അപ്പോഴേക്കും നിധി പ്രസാദമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുകയാണ്, മാഡത്തിനൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്ത്? അല്ല, നിൻ്റെ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, 2 വീക്സ് എടുക്കുന്നൊക്കെയല്ല അവർ പറഞ്ഞത്. അതൊക്കെയാണ്, പക്ഷേ ചില VIP ഇടപെടലുകളുണ്ട്, അത് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വല്ല ഉടായ്പാണോ സുധീഷേ? അല്ല, നീ എന്നൊന്ന് വിശ്വസിക്കുക, അത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നീ വേഗം വേഷം മാറിവാ, നമുക്ക് പോവാം. നിധിയാണെങ്കിൽ അത് കേട്ടോ ഭയങ്കര ഹാപ്പിനെസ്സിലാണ് കേട്ടോ. കയ്യിൽ കിട്ടില്ല എന്ന് കരുതിയ സർട്ടിഫിക്കറ്റ് ആണല്ലോ, പെട്ടെന്ന് തന്നെ കിട്ടിയത്. അപ്പോൾ അവൾ, ഞാൻ ഇപ്പോൾ വരാട്ടോ ബാഗ് എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. അങ്ങനെ അവൾ തിരിച്ചു വന്നിട്ട് സുധീഷും അവളും കൂടെ പുറത്തേക്ക് പോവാട്ടോ. എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അവർ പോയതും നികേഷ് പെട്ടെന്ന് തന്നെ അവിടെയുള്ളൊരു ചെയറിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. സുഭാഷ് ചേട്ടനാണെങ്കിൽ അവൻ്റെ ഈ ഒരു പതിഞ്ഞ സ്വഭാവം കണ്ടിട്ട് വിഷമം വരുന്നുണ്ട്. കാരണം അവനിങ്ങനെയല്ലല്ലോ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ ആ വിഷമം പോയിട്ടുമില്ല, അവൻ ഓക്കെ ആയിട്ടുമില്ല എന്ന് സുഭാഷ് ചേട്ടന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സുഭാഷ് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ ചായ എടുക്കട്ടെ? അപ്പോഴും അവൻ ജസ്റ്റ് മൂളിയിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, നമുക്കിന്ന് പുറത്തു പോയിട്ട് ബിരിയാണി കഴിച്ചാലോ? അതെങ്ങനെയുണ്ട്? അപ്പോഴും അവൻ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പിന്നെ ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ ഓക്കെയാണ് ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, അതുകൊണ്ടല്ലടാ, എനിക്കിന്ന് ലീവാണ്, കാര്യമായിട്ട് പണിയൊന്നുമില്ല, അപ്പം ഞാനിന്ന് പോകണ്ടെന്ന് വിചാരിച്ചു, നമുക്ക് എന്തായാലും പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞ് സുഭാഷ്, നിനക്ക് ഞാൻ ചായ തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴേക്കും നികേഷ് സുഭാഷിനെ വിളിക്കുന്നുണ്ട്, ഏട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ സുഭാഷിന് ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങുകയാണ് കേട്ടോ. അവൻ എന്താ ചോദിക്കുന്നതെന്നുള്ളതിൻ്റെ ചെറിയൊരു ഊഹമൊക്കെ സുഭാഷിന് കിട്ടിയിട്ടുണ്ട്. ഏട്ടാ, വേറെ ഒന്നുമല്ല, ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവരെവിടെയാണ്? അല്ല, എൻ്റെ അടുത്ത് ആരും ഒന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ സുഭാഷ് ചേട്ടനത് തീരെ ആലോചിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അവർക്കൊരിക്കലും അവൻ വേറൊരു അമ്മയുടെ മകനാണെന്ന് അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. അവർ തൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്. അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ എന്തോ ഒരു ഭയങ്കര ഫീലാണ്. തൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കൊളുത്തി വലിക്കുന്നതോ എന്തോ നഷ്ടപ്പെടാൻ പോകുന്ന പോലത്തേക്ക് ഒരു അനുഭവമാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് സുഭാഷ് ചേട്ടൻ്റെ മനസ്സാകെ കലങ്ങി മറയാണ്. നികേഷ് ആണെങ്കിൽ വിടാൻ പാവം തന്നെ ഇല്ല കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ആ സ്ത്രീ എങ്ങനെയായിരുന്നു? അവർ നിങ്ങളോട് ചൂടാവുമായിരുന്നോ? ദേഷ്യപ്പെടുമായിരുന്നോ? അവരെങ്ങനെയായിട്ടാ? എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടോ? അതിനെനിക്ക് ഉത്തരം വേണം. പിന്നെ നിങ്ങൾക്ക് ആദ്യം എന്നെ ഇഷ്ടമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് അവരോട് ആദ്യം ഇഷ്ടക്കേട് തോന്നിയിരുന്നില്ലേ? ആ ഇഷ്ടക്കേട് എന്നോടുണ്ടായിരുന്നില്ലേ? പിന്നെ എപ്പോഴാണ് നിങ്ങളുടെ സ്വന്തമായിട്ട് ഞാൻ തോന്നിയത്? അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊന്നും സുഭാഷ് ചേട്ടന് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. പറയട്ടാ, എന്നോട് പറ, നിങ്ങൾക്ക് പിന്നെ എപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് തോന്നിയത്? അപ്പോൾ സുഭാഷ് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ മോനെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുറച്ച് 2 വയസ്സ് കാലത്തെ ഓർമ്മകളുണ്ടായിരിക്കും, ഒരു മങ്ങിയ ഓർമ്മകളുണ്ടായിരിക്കും. ആ ഓർമ്മകൾ അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കൂടെ. ആ ഓർമ്മകളിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ നിന്നെ മാറ്റി നിർത്തിയതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? നിന്നെ അവഗണിച്ചതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പം അവൻ ഇല്ലയെന്നാണ് കേട്ടോ പറയുന്നത്. സത്യമായിട്ടും നിൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ലടാ. അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കാണുന്നവരെന്തായാലും വരില്ലായിരുന്നോ? എടാ, നീ പിച്ച വെച്ചത് ഞങ്ങളുടെ കൈകളിലാണ്, വളർന്നു വന്നത് ഞങ്ങളുടെ നെഞ്ചിലാടാ. ഇനി നീ അല്ലാന്ന് പറഞ്ഞാലും ഞങ്ങൾ നിൻ്റെ ചേട്ടന്മാരല്ലാതായിരിക്കില്ല നികേഷേ. ആ ഫോട്ടോ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നല്ലോ, അല്ലേ? അത് കേട്ടപ്പോൾ അവൻ തലയാട്ടുന്നുണ്ട് കേട്ടോ. എങ്കിൽ നീ എന്നോട് സത്യം ചെയ്യ്, ഇനി ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കില്ല എന്നുള്ളത്. എന്നിട്ട് അവൻ്റെ മുഖം പിടിച്ച് തൻ്റെ മുഖത്തോട് ചേർത്ത് വെക്കുകയാണ് കേട്ടോ സുഭാഷ് ചേട്ടൻ. എന്നിട്ട് നികേഷിന് ഒരു കുലുക്കുമില്ല കേട്ടോ. അവൻ അപ്പോഴും ഓരോന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, നീ സത്യം ചെയ്യ്, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. എന്നിട്ട് അവൻ്റെ കൈ എടുത്ത് തൻ്റെ തലയിലേക്ക് വെക്കുകയാണ് കേട്ടോ സുഭാഷ്. എന്നിട്ട് നികേഷിനോട് സത്യം ചെയ്യാൻ പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ, ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കില്ല. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ചോദിക്കില്ല എന്നല്ല, ഇതിനെപ്പറ്റി നീ ഇനി ചിന്തിക്കുകയില്ല എന്ന്. അങ്ങനെ അവൻ കരഞ്ഞിട്ടാണെങ്കിലും സത്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സുഭാഷ് ചേട്ടന് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്നാലും ഞാൻ പോയി ചായ ഇടാമെന്ന്. അങ്ങനെ സുഭാഷ് തിരിഞ്ഞു പോകുമ്പോഴേക്കും അവൻ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ട് ഏട്ടൻ്റെ മാറോട് അണഞ്ഞിട്ട് കരയാണ് കേട്ടോ. സുഭാഷും കൂടെ കരയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ.